Assalamualaikum. Welcome to next class, metabolism of the nitrogen. നൈട്രജൻ വളരെ അത്യാവശ്യമുള്ള ന്യൂട്രിയൻ്റ് ആണ് ലിവിങ് ഓർഗാനിസത്തിന്. അന്തരീക്ഷത്തിൽ നൈട്രജൻ N2 ഒരു ട്രിപ്പിൾ ബോണ്ടായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നും ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിന് ഡയറക്റ്റായിട്ട് നൈട്രജനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ അമോണിയയുടെ രൂപത്തിലോ നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ രൂപത്തിലോ നൈട്രേറ്റ്സിൻ്റെ രൂപത്തിലോ ഇനിയാണ് ലിവിങ് ഓർഗാനിസം അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്താണ് നൈട്രജൻ സൈക്കിൾ? ദ മൂവ്മെൻറ്റ് ഓഫ് ദ നൈട്രജൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻസ് ലിവിങ് ഓർഗാനിസത്തിലേക്കും ലിവിങ് ഓർഗാനിസത്തിൽ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്കും ഉള്ള പ്രോസസ്സിന് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ പറഞ്ഞ പേരാണ് നൈട്രജൻ സൈക്കിൾ. Nitrogen exists as a two nitrogen atom joined in a very strong triple bond. രണ്ട് നൈട്രജൻ ആറ്റം വെരി സ്ട്രോങ് ട്രിപ്പിൾ ബോണ്ടിലാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അമോണിയയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഓക്സൈഡ്സിൻ്റെ രൂപത്തിലോ നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ രൂപത്തിലോ നൈട്രേറ്റിൻ്റെ രൂപത്തിലോ മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നൈട്രജൻ ഈസ് വൺ ഓഫ് ദ 4 സ്ട്രക്ചറൽ എലമെൻറ്റ്. 4 സ്ട്രക്ചറൽ എലമെൻ്റ് ഒരു എലമെൻ്റാണ് നൈട്രജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതേപോലെ നൈട്രജൻ. ഇതിലൊരു സ്ട്രക്ചറൽ എലമെൻ്റ് ആണത് നൈട്രജൻ. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും നൈട്രജൻ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റുവൻറ്റ് ഓഫ് അമോണിയ, അമിനോ ആസിഡ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, ക്ലോറോഫിൽ ആൻഡ് വൈറ്റമിൻസ്. എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും എന്തും ആവശ്യമാണ്? നൈട്രജൻ ആവശ്യമാണ്. നമ്മുടെ ഡി എൻ എയിലത്തെ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്, അതിൽ നൈട്രജൻ ഉണ്ട്. പ്ലാന്റ്സിലാണെങ്കിലും വേണ്ടില്ല, ഇനിമൽസിലാണെങ്കിലും വേണ്ടില്ല, ഹ്യൂമൻ ബീങ്സിലും എല്ലാ ഓർഗൻസിലും നൈട്രജൻ്റെ കണ്ടന്റ് ഉണ്ട്. അതെങ്ങനെയാണ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ ആ നൈട്രജൻ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ബയോളജിക്കൽ ഓർഗാനിസിൻ്റെ സഹായത്തോടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്തിട്ട് നൈട്രജൻ ഇൻഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ആക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണിത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഫയർ, ഓട്ടോമൊബൈലിൽ നിന്ന് വിടുന്ന എക്സ്പോസ്റ്റ്, അങ്ങനെയുള്ളതിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഫാക്ടറീസിൽ നിന്ന് വിടുന്ന ഇതൊക്കെ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, ഇടിമിന്നൽ, ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന നൈട്രജൻ ഫിക്സേഷനാണിത് ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അമോണിയ നൈട്രൈറ്റ് ആയിട്ടും പിന്നെ നൈട്രേറ്റ് ആയിട്ടും മാറുന്നു. ആ നൈട്രേറ്റ് തിരിച്ച് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആവുന്ന പ്രോസസ്സിൻ്റെ പറയുന്ന പേരാണ് ഡീനൈട്രിഫിക്കേഷൻ. എനിമൽ ബയോമാസും പ്ലാന്റ് ബയോമാസും ഒക്കെ ഡീക്കെ ബയോമാസായിട്ട് അത് തിരിച്ച് അമോണിയ ആയി മാറുന്നതാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അമോണിയ നൈട്രേറ്റ് ആയിട്ട് മാറണമെന്നാണ് പറയുന്നത് നൈട്രിഫിക്കേഷൻ. ബയോളജിക്കൽ നൈട്രജൻ, ഇതാണ് ഒരു നൈട്രജൻ സൈക്കിളിൻ്റെ സ്ട്രക്ചർ. നൈട്രജൻ സൈക്കിൾ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ത്രീ മെയിൻ നൈട്രജൻ പൂൾസ് അറ്റ്മോസ്ഫിയർ, സോയിൽ ആൻഡ് ബയോമാസ്. അറ്റ്മോസ്ഫിയറിലുണ്ട്, സോയിലുണ്ട്, പിന്നെ ബയോമാസിലുണ്ട്. ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൽ ഇതിലെല്ലാം എന്തുണ്ട്? നൈട്രജൻ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നും എന്താണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഇൻഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നതിനെ ആണെന്ത് നൈട്രജൻ ഫിക്സേഷൻ. അന്തരീക്ഷത്തിലെ നൈട്രജനെ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അതിന് പറഞ്ഞ പേരാണത് നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ദ കൺവേർഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻടു ഇൻഓർഗാനിക് നൈട്രോജനസ് കോമ്പൗണ്ട്സ്. അമോണിയ ഓർ നൈട്രജൻ ഓക്സൈഡ്സ് ഈസ് കോൾഡ് നൈട്രജൻ ഫിക്സേഷൻ. അന്തരീക്ഷത്തിലെ നൈട്രജനെ ഡയറക്റ്റായിട്ട് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അമോണിയയുടെ രൂപത്തിലോ നൈട്രജൻ ഓക്സൈഡിൻ്റെ രൂപത്തിലോ ആണ് മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഷൻ. അന്തരീക്ഷത്തിലെ നൈട്രജൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള നൈട്രജൻ ആറ്റത്തിനെ
കൺവേർട്ട് ചെയ്യുക നൈട്രജന് ഇൻഓർഗാനിക് ആയിട്ടുള്ള നൈട്രജനസ് കോമ്പൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. ഇനി നൈട്രജൻ ഫിക്സേഷൻ ഇസ് ഡൺ ബൈ ഐദർ ഫിസിക്കോ കെമിക്കൽ ഓർ ബയോളജിക്കൽ പ്രോസസ്സ്. എന്താണ് ഫിസിക്കോ കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ? ഫിസിക്കോ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇടിവിട്ട് മുഖേനയോ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ മുഖേനയോ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഓക്സൈഡ്സ് ആയിട്ട് നൈട്രജൻ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. The conversion of the nitrogen into nitrogen oxides by the lightning, ഇടി or ultraviolet radiation. Ultraviolet radiation ഇടി മുഖേനയോ ഉണ്ടാവുന്ന അന്തരീക്ഷത്തിൽ നൈട്രജൻ ഫിക്സേഷൻ ആണ് ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് എന്നൊക്കെ പുറത്ത് വിടുന്ന എക്സോസ്റ്റ്, വാഹനങ്ങളിൽ നിന്ന് വിടുന്ന എക്സോസ്റ്റ്, ഇൻഡസ്ട്രിയൽ കമ്പഷൻ അല്ലെങ്കിൽ വാഹനത്തിൽ വിടുന്ന എക്സോസ്റ്റ്, ഫോറസ്റ്റ് ഫയേഴ്സ്, ഇതിൽ നിന്നൊക്കെ പുറത്ത് വിടുന്ന അന്തരീക്ഷത്തിൽ പുറത്ത് വിടുന്ന നൈട്രജൻ ഓക്സൈഡ്സ് ആണ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഇൻഡസ്ട്രിയൽ കമ്പഷൻ, ഫോറസ്റ്റ് ഫയർ, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, പവർ ഉണ്ടാക്കുന്ന ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്താണ് ഈ സോഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഓക്സൈഡ്സ്. അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ ഇതിൻ്റെ സോഴ്സാണ്. നെക്സ്റ്റ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ബയോളജിക്കൽ എന്ന പാട്ട് നമുക്ക് മനസ്സിലാവും. ലിവിങ് ഓർഗാൻസിൻ്റെ സാന്നിധ്യത്തോടെ, ചില പ്രോകാരിയോട്ടിൻ്റെ സഹായത്തോടെ, സൂക്ഷ്മജീവികളുടെ സഹായത്തോടെ അന്തരീക്ഷത്തിലെ നൈട്രജനെ എന്താക്കി മാറ്റും? അമോണിയാക്കി മാറ്റും. അതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. റിഡക്ഷൻ ഓഫ് ദ നൈട്രജൻ ഇൻ ടു അമോണിയ ബൈ ദ ലിവിങ് ഓർഗാനിസം. റിഡക്ഷൻ സംഭവിക്കണം. നെക്സ്റ്റ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത് അമോണിയെ തിരിച്ച് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിന് കടന്നു കഴിഞ്ഞാൽ അമോണിയെ തിരിച്ച് എന്താക്കി മാറ്റുക? നൈട്രജൻ ഡീകമ്പോസിഷൻ വഴി ജീവജാലങ്ങൾ ചത്തു കഴിഞ്ഞാൽ അതൊക്കെ ഡീകമ്പോസ് ചെയ്യും. ആ ഡീകമ്പോസ് ചെയ്തിരിക്കുന്നു തിരിച്ച് എന്താക്കി മാറ്റണം? നൈട്രേറ്റ് ആക്കി മാറ്റണം അല്ലെങ്കിൽ നൈട്രജൻ ആക്കി മാറ്റണം. അതാണ് അമോണിഫിക്കേഷൻ. Decomposition of organic nitrogen of dead plants and animals into ammonia is called ammonification. ഓർഗാനിസത്തിൻ്റെ അകത്തുള്ള നൈട്രജൻസിനെ തിരിച്ച് അമോണിയാക്കി മാറ്റുന്നതിന് പറയുന്നത് അമോണിഫിക്കേഷൻ. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നത് എന്ത്? ലിവിങ് ഓർഗാനിസിൻ്റെ സഹായത്തോടെ നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ചില പ്രോകാരിയോട്സ് ആണ്. ഇനി ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് നൈട്രജനെ തിരിച്ച് അമോണിയാക്കി മാറ്റുന്നത് അമോണിഫിക്കേഷൻ എന്ന് പറയും. 3 ടേംസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്: അമോണിഫിക്കേഷനും, നൈട്രിഫിക്കേഷനും, ഡീനൈട്രിഫിക്കേഷനും. അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് നൈട്രജൻ അമോണിയ ആയിട്ട് മാറുക. അതാണ് അമോണിഫിക്കേഷൻ. ഓർഗാനിക് നൈട്രജൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെയും എനിമൽസും ഡെഡായിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് ഓർഗാനിക് നൈട്രജൻ അമോണിയായി മാറുന്ന പ്രോസസ്സാണെന്ത്? അമോണിഫിക്കേഷൻ. നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺവേർഷൻ ഓഫ് അമോണിയ ഇൻ ടു നൈട്രേറ്റ്. ചില സൂക്ഷ്മജീവി പ്രോകാരിയോട്ടിൻ്റെ സഹായത്തോടെ അമോണിയ നൈട്രൈറ്റ് ആയിട്ടും നൈട്രൈറ്റ് പിന്നെ നൈട്രേറ്റ് ആയിട്ടും മാറും. ആ പ്രോസസ്സാണെന്ത്? നൈട്രിഫിക്കേഷൻ. ഡീനൈട്രിഫിക്കേഷൻ ആ ടേമിൽ മനസ്സിലാക്കാം നമുക്ക്. നൈട്രേറ്റ് തിരിച്ച് ഓർഗാനിക് മോളിക്കുലർ നൈട്രജനായിട്ട് മാറുന്ന പ്രോസസ്സാണെന്ത്? ഡീനൈട്രിഫിക്കേഷൻ. ഇതിനെല്ലാത്തിനും പ്രോകാരിയോട്സ് ആണ് സഹായിക്കുന്നത്, ചില സൂക്ഷ്മജീവികളായ പ്രോകാരിയോട്സ്. നമുക്ക് അമോണിഫിക്കേഷൻ നോക്കാം. അമോണിഫിക്കേഷൻ ഈസ് ദ decomposition of the organic nitrogen of dead plant and animals into ammonia is called ammonification. Plants and animals decompose ചെയ്തിട്ട് ചത്തു കഴിഞ്ഞാൽ decompose ചെയ്തിട്ട്
എന്തായിട്ട് മാറും? ഓർഗാനിക് നൈട്രജൻ എന്തായിട്ട് മാറും? അമോണിയ ആയിട്ട് മാറും. അതാണ് അമോണിഫിക്കേഷൻ. നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ നൈട്രേറ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സ്. അമോണിയ നൈട്രേറ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണെന്ത്? അമോണിഫിക്കേഷൻ. ഇനി അമോണിയ ഓക്സിജനുമായി കൂടിച്ചേർന്ന് നൈട്രോസോമസ് നൈട്രോകോക്കസ് എന്ന് പറഞ്ഞ 2 ബാക്ടീരിയകളുടെ സഹായത്തോടെ കീമോ ഓട്ടോട്രോപിക് ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് ബാക്ടീരിയയുടെ സഹായത്തോടെ ആദ്യം നൈട്രൈറ്റ് ആയിട്ട് മാറും. ആ നൈട്രൈറ്റ് പിന്നെ ഓക്സിജനുമായി കൂടിച്ചേർന്ന് നൈട്രോ ബാക്ടീരിയയുടെ സഹായത്തോടെ നൈട്രേറ്റ് ആയിട്ട് മാറും. ഈ പ്രോസസ്സാണ് എന്ത്? നൈട്രിഫിക്കേഷൻ. Ammonia is converted into nitrate with the help of the chemoautotropic bacteria. ഇനി ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ്. അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. നൈട്രേറ്റിനെ തിരിച്ച് എന്താക്കി മാറ്റുക? മോളിക്കുലർ നൈട്രജൻ ആക്കി മാറ്റുക. നൈട്രേറ്റിനെ തിരിച്ച് എന്താക്കി മാറ്റുക? നൈട്രജൻ, മോളിക്കുലർ നൈട്രജൻ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. അതും എന്താണ്? ചില സ്യൂഡോമോണാസ് അതേപോലെ തന്നെ തയോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് നൈട്രേറ്റ് ഇൻ ദ സോയിൽ, നൈട്രേറ്റ് സോയിലിനകത്തുള്ള നൈട്രേറ്റ് എന്താക്കി മാറും? റെഡ്യൂസ് ടു മോളിക്കുലർ നൈട്രജൻ ആയിട്ട് മാറും. സോയിലിനകത്തുള്ള നൈട്രേറ്റ് മോളിക്കുലർ നൈട്രജൻ ആക്കി മാറുന്ന ആ പ്രോസസ്സാണെന്ത്? ഡീനൈട്രിഫിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തയോബാസിലസ് ആൻഡ് സ്യൂഡോമോണാസ്. ഇതിൻ്റെ ബാക്ടീരിയ ക്യാരിഡ് ബൈ സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ്. നെക്സ്റ്റ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. The reduction of atmospheric nitrogen to ammonia is known as, with the help of the living organism, is known as biological nitrogen fixation. എന്താണ് റിഡക്ഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ ബൈ ദ ലിവിങ് ഓർഗാനിസം? ലിവിങ് ഓർഗാനിസത്തിന്റെ സഹായത്തോടെ അന്തരീക്ഷത്തിൽ നൈട്രജനെ അമോണിയാക്കി മാറ്റുന്ന പ്രോസസ്സാണെന്ത്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അതേപോലെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ് ആയിരിക്കും ഇതിനെ സഹായിക്കുന്ന ലിവിങ് ഓർഗാനിസം ആണല്ലേ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ്. എന്നാൽ ദ ഓർഗാനിസം വിച്ച് ഇസ് capable to convert the atmospheric nitrogen to usable nitrogen compounds. അതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ്. എക്സ്ക്ലൂസീവ്ലി ഇത് ആരായിരിക്കും? പ്രോകാരിയോട്സ് ആയിരിക്കും. കൂടുതലും ഫ്രീ ലിവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് ഇതിൽ വരുന്നത്. ഇനി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ദ റിഡക്ഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ ബൈ ലിവിങ് ഓർഗാനിസം ഇസ് കോൾഡ് biological nitrogen fixation. What is meant by biological nitrogen fixers? The living organism which have the capacity to convert the atmospheric nitrogen to usable nitrogen compounds. Biological nitrogen fixers are exclusively prokaryotes. They are free living or symbiotics. Free living ആയിട്ടുള്ളതും അതേപോലെ സിംബയോട്ടിക് ബാക്ടീരിയാസും അതാണെന്ത് കൂടുതലും ഇതിൽ പെടുന്നത്, ഫിക്സേഴ്സിൽ പെടുന്നത്. ഇനി ഫ്രീ ലിവിങ് ബാക്ടീരിയയിലെ നമ്മൾ 2 തരംതിരിക്കാം: എയറോബിക് ബാക്ടീരിയ, അനറോബിക് ബാക്ടീരിയ. ദെൻ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാൽ സൈനോ ബാക്ടീരിയ. ഈ 3 ടൈപ്പാണ് ഫ്രീ ലിവിങ് ബാക്ടീരിയാസ്. എയറോബിക് ബാക്ടീരിയ അതിൻ്റെ റെസ്പിറേഷൻ മെറ്റബോളിസം നടക്കുന്നത് വിത്ത് ദ പ്രസൻസ് ഓഫ് ദ ഓക്സിജൻ. അതിന് എക്സാമ്പിളാണ് അസറ്റോബാക്ടർ, ബീജർണിക്ക ആൻഡ് ബാസിലസ്. ഫ്രീ ലിവിങ് ആയിട്ടുള്ള എയറോബിക് ബാക്ടീരിയാസ്. ആനറോബിക് ബാക്ടീരിയസ്, ഫ്രീ ലിവിങ് ആയിട്ടുള്ള ആനറോബിക് ബാക്ടീരിയക്ക് ഉദാഹരണമാണ് റോഡോസ്പൈറില്ല. ഇനി സൈനോ ബാക്ടീരിയക്ക് ഉദാഹരണമാണ് ആനബിന, നോസ്റ്റോക്ക് ആൻഡ് ഓസ്ലിറ്റേറിയ. ഇതെല്ലാം സൈനോ ബാക്ടീരിയക്ക് ഉദാഹരണം. ഇത് മൂന്നും എന്താണ്? ഫ്രീ ലിവിങ് ബാക്ടീരിയസ് ആണ്. എന്തിനുള്ള? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനുള്ള ഫിക്സേഴ്സ്. നെക്സ്റ്റ് സിംബയോട്ടിക്സ്.
റൈസോബിയം ആൻഡ് ഫ്രാങ്കിയ. ഈ റൈസോബിയം ഫ്രാങ്കിയ ബാക്ടീരിയാസ് എവിടെ ഉണ്ടാവുക? പ്ലാന്റ്സിൻ്റെ റൂട്ടുകളിൽ കോളനി രൂപത്തിൽ ന്യൂഡ്യൂൾ ഫോം ചെയ്ത് നിർത്തും. പ്ലാന്റ്സ് അതിന് പകരമായി ഗ്ലൂക്കോസ് കൊടുക്കും. ഇതാണെങ്കിൽ മണ്ണിലുള്ള നൈട്രജനെ കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കും. ഈ രീതിയിൽ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് കൊണ്ടാണ് അതിന് സിംബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഒന്ന് നൈട്രജൻ ഫിക്സേഷനെ കുറിച്ചിട്ടും നൈട്രജൻ സൈക്കിളിനെ കുറിച്ചിട്ടും അമോണിഫിക്കേഷൻ എന്താണെന്നും ഡീനൈട്രിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, അതേപോലെ തന്നെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. I hope you all understand. Thank you.